ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ് 125 B6 മോഡൽ വണ്ടിയാണ്. നമ്മളത് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. 34,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. നമുക്കത് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കിന് കയറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയക്കുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഈ ബ്രേക്കിൻ്റെ ക്യാമിന് ചെറിയ പ്ലേ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ജർക്കിങ് സൗണ്ട് ബാക്ക് സൈഡിൽ നിന്നുണ്ട്. അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ അതേപോലെ ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു നനവ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പോൾ വലിയ ലീക്കൊന്നും പറയാനില്ല, ചെറിയൊരു നനവ് കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത സർവീസിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഓയിൽ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ അത് അഴിച്ച് അതിൻ്റെ ഓയിൽസിൽ മാറ്റിയിടണം കേട്ടോ. മാറ്റിയിട്ട് കാരണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഭാഗത്ത് കൂടുതൽ ഓയിൽ മയം കാണും. ഇപ്പോൾ ചെറുതായിട്ടുണ്ട്, പക്ഷെ അത് വലിയ ലീക്ക് എന്ന് പറയാനില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയി പോയിക്കാം, പൊടി കയറിയിട്ട്. ശരിക്കും നമുക്ക് എയർ ഫിൽറ്റർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 10,000 കിലോമീറ്ററാണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 12,500 കിലോമീറ്റർ. കാരണം ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റാം. കാരണം എന്ന് വെച്ചാൽ മൈലേജ് ഒരുപാട് ബാധിക്കും. മൈലേജൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്ന സംഭവമാണ്. അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് നോക്കുമ്പോഴായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല, ഓയിൽ സീലൊന്നും ലീക്കായിട്ടില്ല. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ കിക്കർ കവറിൻ്റെ ഉള്ളിലായാലും ഉണ്ട്. അപ്പോൾ ആ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്ത് ഇടാം. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റൊക്കെയാണ്. സാധാരണ തേയ്മാനങ്ങളുള്ളൂ, വേറെ കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല. ഉപയോഗത്തിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള തേയ്മാനമുണ്ട്. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്, ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടെ നമ്മൾ നോക്കണുണ്ട്. 14,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. കിടക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇപ്പോൾ ഇല്ല. സാധാരണ രീതിയിൽ ഏകദേശം ഒരു 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ബെൽറ്റ് മാറ്റേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ബെൽറ്റിന് നിലവിൽ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളുണ്ടല്ലോ, ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കും, തിരിച്ചിട്ട് നോക്കുമ്പോൾ അറിയാം ഫ്രീ ആയിട്ടല്ല പോവാം. ചെറിയൊരു ടൈറ്റ് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇങ്ങനെ തിരിച്ചു വിടണമല്ലോ. അത് കുറേ കൂടി കഴിയുമ്പോഴത്തേക്ക് ആ കംപ്ലയിൻസ് കൂടുതലാവുള്ളൂ. അപ്പോൾ ആ കൈയോടെ ആക്സിലേറ്റർ കേബിൾ മാറ്റി പോകണതായിരിക്കും നല്ലത്. നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ വരാമെന്ന് പറഞ്ഞാൽ 2 കേബിളാണ്. ആക്സിലേറ്റർ എ ത്രോട്ടിലും ബി ത്രോട്ടിലും 2 കേബിൾ തന്നെ. അപ്പോൾ അത് കൈയോടെ മാറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുത്ത് ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രോബ്ലം വീണ്ടും ഇനി അങ്ങോട്ട് കൂടി വരുള്ളൂ. എന്തായാലും അടുത്ത സർവീസ് വരെ ഓടില്ല, അതിനുള്ളിൽ നമ്മൾ കയറ്റി ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇത് മിരിക്കയുടെ ബാറ്ററി 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് വന്നത്. എക്സിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. നമ്മളിപ്പോൾ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടും കാര്യങ്ങളൊക്കെ. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.86 വോൾട്ട് കിട്ടുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ കറക്റ്റ് മാച്ചിങ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ കൂടെ അറിയാം. അപ്പോൾ ചെക്കിങ് കാണിക്കുന്നത് ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് വണ്ടി വരും. അത് ബാറ്ററിയുടെയാണ് കംപ്ലയിൻ്റ്. അതൊക്കെ മനസ്സിലാക്കാം. ഞാൻ അങ്ങനെ കാണിച്ചാൽ പോലും നമുക്ക് വണ്ടി മെയിൻ സ്റ്റാൻഡ് വയ്ക്കുക, കിക്കർ സ്റ്റാർട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ കിക്കർ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടായിട്ട് നിൽക്കും. ആക്സിലേറ്റർ ഒരു കാരണവശാലും തിരിക്കരുത്. മെയിൻ സ്റ്റാൻഡ് വയ്ക്കുക, കിക്കർ വെറുതെ അടിച്ചു കൊടുക്കുക, വണ്ടി സ്റ്റാർട്ടായിക്കോളും. എന്നിട്ട് ബാറ്ററി കൊണ്ടൊന്ന് മാറ്റി കളയാൻ ചെയ്യുക. കാരണം കംപ്ലയിൻറ്റ് കാണിച്ചാൽ എന്തെങ്കിലും വരും. വലിയ താമസിച്ചില്ലാണ്ട് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കണേ. അത് ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കും, ചിലപ്പോൾ കുറച്ച് ടൈം കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും ബാറ്ററി ഡാമേജിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ഇപ്പോൾ അഴിച്ചതിൻ്റെ മൺഗാർഡിൻ്റെ ഉള്ളിൽ വന്ന ബ്രാക്കറ്റ് ചെളിയൊക്കെ പിടിച്ചിരുന്നിട്ട് തുരുമ്പിട്ട് വിട്ടുപോയേക്കാണ്. അതാണ് ആ ഫ്രണ്ട് കിടന്ന ആ ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. പിന്നെ ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ മാറ്റുന്ന കൂടുതൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് പ്ലഗ്. അത് എയർ ഫിൽറ്ററും പ്ലഗും കൂടി സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാം. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും ഒരുമിച്ച് മാറ്റിയിടാം. ഇപ്പം നമ്മൾ പ്ലഗ് എയർ ഫിൽറ്റർ മാറ്റിയാൽ പോലും അടുത്ത 10,000 കിലോമീറ്ററാണ് അതിൻ്റെ ലൈഫ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതെടുത്ത് കാട്ടിക്കാൻ കാണും, വേറെ പുതിയത് സെറ്റ് ചെയ്യണം. കാരണം അതല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ എയർ ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആക്സിലേറ്റർ, നമുക്ക് പവർ ആവശ്യം വരും, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും. ഇഞ്ചക്ടർ കൂടുതൽ പെട്രോളിനധികം ഇഞ്ചക്ട് ചെയ്യും. അത് ഫുള്ളായിട്ട് ബേൺ ചെയ്യില്ല, അതിൻ്റെ ഉള്ളിൽ കത്തില്ല. അത് പൊല്യൂഷനായിട്ട് വരും, കൂടുതൽ കരിയായിട്ട് ഫോം ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. ഇപ്പോൾ ശരിക്കും അത് 34,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ട കിലോമീറ്ററാണ്. പക്ഷെ അതിൻ്റെ യാതൊരു വക കംപ്ലയിൻസുമായി ബന്ധപ്പെട്ട യാതൊരു വക ലക്ഷണങ്ങളൊന്നും കാണിക്കണമൊന്നുമില്ല. എങ്കിൽ കൂടി കമ്പനി പറയുന്നതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ 25,000 തുടങ്ങി 30,000 കിലോമീറ്ററിനുള്ളിൽ എൻജിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് ആ അടിഞ്ഞു കൂടിയിരിക്കുന്ന കാർബൺ ക്ലീൻ ചെയ്യണമെന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ് റൂൾസ്.
ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ തൽക്കാലം അത് ചെയ്യണില്ല. ജനറലായിട്ടുള്ള ബാക്കിയത്തെ വർക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ശരിക്കും അത് ചെയ്തു പോകണം എന്നുള്ളതാണ് കറക്റ്റ് ആ മെത്തേഡ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയും അത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടിയും റെഡിയാക്കിയിട്ട് ഞാനത് വാട്സാപ്പിലേക്ക് എൻ്റെ ഡീറ്റെയിൽസ് അയക്കാം. വീഡിയോൻ്റെ ലിങ്ക് വഴി അയച്ചിട്ടേക്കാം. എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരും എന്നുള്ള ദിവസമൊന്നും ചെയ്തേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസിൻ്റെ ദിവസമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദിവസം കൂടി ഒന്ന് പറഞ്ഞോളൂ. അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്തു പോയാൽ നല്ലതാണ്. ഓക്കെ, അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് നമ്മളിപ്പോൾ ഈ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.